അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോയി കുറേ നാളൊക്കെ താമസിക്കുക എന്നുള്ളതൊരു സന്തോഷകരമായ അനുഭവമാണ്. അങ്ങനെ ഒരു ബന്ധുവീട്ടിൽ പോയി ഏതാനും ദിവസം താമസിച്ചപ്പോൾ ആ വീടിൻ്റെ പുറകിലുള്ള തിണ്ണയിൽ ഒരു തട്ടാനിരുന്ന് പണിയുകയാണ്. ആ തട്ടാൻ്റെ ഇടയ്ക്ക് വീട്ടുകാർ അവരുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തു. കമ്മലും കുണുക്കും വളയും പഴയ മാലയും ഒക്കെ അത് ഇമ്പ്യൂരിറ്റീസ് തന്നതാണ്. അതെല്ലാം കൂടെ കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഉരുക്കി ഒരു നല്ല മാല പണിയാണെന്ന് പറഞ്ഞു. ഞാനിതെല്ലാം കൗതുകത്തോടെ കാണുകയാണ്, ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഉരുക്കി അങ്ങനെ മാലയിലിട്ട് ഊതി അത് മുഴുവൻ ഉരുക്കി അതിനുശേഷം മനോഹരമായ ഒരു മാലയായി മാറി. അപ്പം ഞാൻ ഓർത്തു എന്തുമാത്രം ചൂട് ചേർന്നിട്ടാണ് ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കളഞ്ഞ് അത് ഉരുക്കി ഒരു ഷേപ്പാക്കി ഒരു മാലയാക്കി മാറ്റിയത്. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പേരൻസ് തൂമ്പ തന്നുവിടും. കൊല്ലൻ്റെ ആലയം കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു വാക്കത്തിൽ നിന്നിട്ട് അത് മൂർച്ച കൂട്ടാൻ വേണ്ടി. അപ്പോഴെല്ലാം വരിക കൊല്ലൻ്റെ ആലയിലിട്ട് അത് ചൂടടിച്ച് അത് ചുട്ടു പഠിപ്പിച്ച് കൂടം കൊണ്ട് അടിച്ച് പരത്തി അത് നല്ല മൂർച്ചയുള്ള ഒരു കാർഷിക ഉപകരണമാക്കി മാറ്റും. ഇതുപോലെ സഹനങ്ങളിലൂടെയാണ് പലപ്പോഴും ബൈബിളിലെ പ്രധാന കഥാപാത്രങ്ങൾ കടന്നു പോകുന്നതായി നാം കാണുക. ഉദാഹരണമായിട്ട് അബ്രഹാമും സാറായും. അബ്രഹാത്തെ ദൈവം വിളിച്ചു. സാറായുമായി ലോത്തുമായിട്ട് ഹാരാനിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് കനാൻ ദേശത്തേക്ക് അബ്രഹാം പോകേണ്ടി വരുന്നു. അവിടെ കഴിഞ്ഞ പട്ടിണിയായി, പിന്നെ ഈജിപ്തിലേക്ക് പോയി, പിന്നെ അവിടെ ചെന്ന പ്രശ്നങ്ങളായി, പിന്നെ തിരികെ വരുന്നു, പിന്നെ അവർക്ക് സന്താനമില്ലാതെ പോകുന്നു. അങ്ങനെ വളരെയേറെ വിഷമിച്ച് 99-ാമത്തെ വയസ്സിലാണ് അവർക്ക് ഒരു മകനെ അവർക്ക് ലഭിക്കുക. അപ്പോൾ അതുപോലെ സഹനത്തിലൂടെ കടന്നുപോയെങ്കിലും പിന്നീട് ഇസ്ഹാക്കിനെ വെടിയേൽപ്പിക്കാൻ പറയുന്നു. എത്രയേറെ ഈ പറയുന്ന തീച്ചുകളിൽ ഒരുക്കുന്ന പോലെ മാനസികമായിട്ട് അബ്രഹാമും സാറായും കടന്നുപോയി. പക്ഷേ അതിനുശേഷം ദൈവം അവർക്ക് കൊടുത്തത് വലിയ ഒരു മഹത്വമായിരുന്നു. അതുപോലെ തന്നെ യോബിന്റെ കഥയിൽ യോബിന് ദൈവാനുഗ്രഹം ധാരാളം കൊടുത്തു. പുണ്യ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, കൂട്ടുകാരും ഭാര്യയും എല്ലാം തന്നെ അപമാനിക്കുന്നു, ശാരീരികമായിട്ടുള്ള വ്രണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതിനുശേഷവും യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ആ സഹനത്തിന് ശേഷവും അദ്ദേഹത്തിന് ധാരാളം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പടിയതിനേക്കാൾ കൂടുതലായി ദൈവം കൊടുക്കുന്നു. ഇതുപോലെ സഹരിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിൽ മക്കളില്ലാതെ വളരെ വിഷമിച്ചു. അവസാനം കൊടുത്തതോ ദൈവത്തിന് ഈശോയ്ക്ക് വഴിയൊരുക്കുന്ന സ്നാപക യോഹന്നാനെയാണ്. ഇതുപോലെ തന്നെയാണ് ആദിമസഭയിലെ ക്രൈസ്തവർക്ക് പ്രചോദനം നൽകുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കർത്താവിന്റെ അന്ത്യ അത്താഴ വേളയിൽ വളരെ സുദീർഘമായിട്ട് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചോദ്യോത്തരങ്ങൾ നടത്തിക്കൊണ്ട് അവർ ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അവർ വളരെയേറെ ദുഃഖിതരാണ്. കാരണം ഈശോ പറയുന്നു, ഞാൻ ഈ അജ്ഞാനം കഴിഞ്ഞാൽ കടന്നു പോകാൻ പോകുന്നത് ഒരു പരസ്യ വിചാരണയാണ്. അവരെന്നെ പാമ്പുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, അവരെന്നെ ചമ്മട്ടി കൊണ്ട് അടിക്കും, മുൾമുടി ധരിപ്പിക്കുന്നു, പിന്നീട് ഗൗതാനിലേക്ക് അപമാനിതനായി കുരിശും ചുമന്നുകൊണ്ട് പോകുന്നു, അവിടെ ആണികളാൽ എൻ്റെ കൈകാലുകളിൽ അടിച്ചു കയറ്റുന്നു. അങ്ങനെ കുറ്റവാളികളുടെ ഇടയിൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ ഞാൻ മരിക്കും. പക്ഷേ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് നിങ്ങളെ കാണുകയില്ല. പക്ഷേ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അവിടാണ് ഈശോ പറയുക, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. നമുക്കറിയാം, ഈശോ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 40 ദിവസം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കെല്ലാം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരുടെ കാണുക തന്നെ ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, കാരണം എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്ന് ഞാൻ നിങ്ങൾക്ക് വസതി ഒരുക്കിയ ശേഷം ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ സഹനത്തിനിടയിലും ആശ്വാസത്തിന്റെ വചനങ്ങളാണ് കൊടുക്കുക. പക്ഷെ ഈശോ പറയുന്നുണ്ട്, അവർ എന്നെ പീഡിപ്പിച്ചു എങ്കിൽ നിങ്ങളെയും തീർച്ചയായും പീഡിപ്പിക്കും. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ പറയുക. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ ശിഷ്യന്മാരാകുന്നവര്, ഈശോയുടെ വചനം പാലിക്കുന്നവര്, അവരുടെ ജീവിതത്തിന് ധാരാളം സഹനങ്ങൾ ഉണ്ടാകും. ഈ അപ്പസ്തോലന്മാരെല്ലാം കടന്നുപോയത് എല്ലാവരും രക്തസാക്ഷികളായി. യോഹന്നാൻ സുവിശേഷകൻ മാത്രമാണ് നാച്ചുറൽ ഡെത്ത് നടത്തിയത്. ആ നാച്ചുറൽ ഡെത്ത് ഉണ്ടായെങ്കിലും അദ്ദേഹത്തെയും തിളയ്ക്കുന്ന എണ്ണ കിട്ടുകയും ഒക്കെ റോമൻ ചക്രവർത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ഭുതകരമായിട്ട് ഈശോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. കാരണം തന്നെ അമ്മയെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് യോഹന്നാൻ അതിന്റെ പേരിൽ. അപ്പൊ അങ്ങനെ ഈ സഹനത്തിന്റെ തീച്ചുളയിലൂടെ പോകുമ്പോൾ നമ്മൾ ഈ സ്വർണത്തിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ
ചൂടെടുത്ത് ചുട്ടുപഴുത്ത് കുടം കൊണ്ടുള്ള അടിയെല്ലാം ഏറ്റാലും അവര് സംതൃപ്തിയോടുകൂടി ആനന്ദത്തോടുകൂടി കർത്താവിന്റെ മഹത്വം പ്രഘോഷിക്കുന്നതായിട്ടാണ് കാണുക. അതുകൊണ്ടാണ് മിഷൻ പ്രവർത്തനത്തിന് ജോലി ചെയ്യുന്ന മിഷണറിമാർക്കും അതുപോലെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവർക്കും മെത്രാന്മാർക്കും ഒക്കെ എതിരായിട്ട് ആരെല്ലാം അധിക്ഷേപിച്ചാലും അവരാരും ചഞ്ചലപ്പെടാത്തത്. കാരണം ഈ തീച്ചൂളയും ഈ ഇടിയും അടിയും ഒക്കെ കൊണ്ടാൽ ഞങ്ങൾക്ക് അതിനുശേഷം ദൈവം ഒരുക്കുന്ന ഒരു സൗഭാഗ്യമുണ്ട്. ചിലപ്പോൾ വൈദികരോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അപമാനിക്കുകയും പൊതുയോഗത്തില് പരസ്യമായി വിചാരണ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിനു വേണ്ടി ഞങ്ങളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, നമുക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ഈ സഹനത്തിന്റെ വീഴ്ചകളിലൂടെ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇതിന് എല്ലാം ശേഷം മറ്റൊന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ഉടനെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് റെയിൽവേയുടെ പാലത്തേരിൽ പോയി നിന്ന് ട്രെയിൻ മുമ്പിൽ ചാടുകയല്ല, ഈ ആറ്റിലേക്ക് ചാടുകയല്ല വേണ്ടത്. ഈ തീച്ചുളയ്ക്ക് ശേഷവും ഒരു പ്രത്യാശയുടെ ഒരു ദിവസം ഉണ്ടാകും, ഒരു ഉയർപ്പുണ്ടാകും എന്നുള്ള ആ വിശ്വാസവും ആ പ്രത്യാശയും നമുക്ക് നിലനിർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം നമ്മുടെ പാറമേൽ പണിയപ്പെട്ടതല്ല, അത് നിഷ്ഫലമായി പോകും. ഈ ലോക ജീവിതത്തിൽ ഏതന്തസ്സായാലും, അത് പൗരോഹിത്യ ജീവിതമായാലും സന്യാസ ജീവിതമാണെങ്കിലും വിവാഹ ജീവിതമാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ആ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും, ഏതെല്ലാം തരത്തില് നമുക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുവാൻ സാധിക്കും, മറ്റുള്ളവരെ എങ്ങനെ അപമാനത്തിലാക്കാതിരിക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കണം. രണ്ടാമത് ഈശോ പറയുകയാണ്, നിങ്ങളെ ഇങ്ങനെ എനിക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കുന്നവരായതുകൊണ്ട് നിങ്ങൾ എന്റെ പ്രതിനിധികളാണ്. എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്റെ പിതാവ് നിങ്ങൾക്ക് അത് ചെയ്തു തരും. കാരണം ഞാൻ എന്ന് പറയുന്ന ഈശോ തന്റെ സഹനത്തിലൂടെ ഈ ലോകത്തെ കീഴടക്കി, സാധാരണ കീഴടക്കി. അപ്പൊ അതുകൊണ്ട് ആ മെരിറ്റ് വെച്ചുകൊണ്ട് ഈശോയുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സഹനത്തിന് വേണ്ടി നമുക്ക് ശക്തി നൽകും. നിത്യസുമായ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടും. അതുകൊണ്ടാണ് ആദിമസഭ വളരെയേറെ സഹനത്തിലൂടെ കടന്നുപോയി. അന്ന് അവർക്ക് യാതൊരു തരത്തിലും ഒരു പ്രത്യാശ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. പക്ഷേ അവർക്ക് വേണ്ടി ഇതാ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരം ദൈവത്തിന്റെ ഇടപെടൽ മൂലമുണ്ടായി. പിന്നീടാണ് ക്രൈസ്തവ സഭ റോമൻ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്കറിയാം 400 സംവത്സരക്കാലം ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞവരാണ് ഇസ്രായേൽക്കാർ. ഒരു തരത്തിലും വിമോചനത്തിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എങ്കിലും അവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ മോശയെ ദൈവം വിളിച്ചു, ഇതാ നീ ചെന്ന് ഫറവോൻ രാജാവിനോട് പറയണം, എന്റെ ജനതയെ സ്വതന്ത്രരാക്കി മരുഭൂമിയിൽ പോയി എന്നെ ആരാധിക്കുവാൻ അവരെ വിട്ടയക്കണം. പക്ഷേ ഫറവോൻ രാജാവ് തയ്യാറാകുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി 10 പ്ലേഗുകൾ കൊടുത്ത് അവസാനം അവർ സ്വതന്ത്രരായി. അവരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും എനിക്ക് രക്ഷയില്ല എന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മുടെ വിശ്വാസിയാണ് എങ്കിൽ നമ്മുടെ പ്രത്യാശയോടുകൂടി നമുക്ക് ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഇനി എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞാൽ ഉടനെ എന്റെ നടുവേൽ നിന്ന് മാറി കിട്ടണം, എന്റെ ആദ്യ പരീക്ഷ പാസ്സായി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടണം. അതല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാൻ, അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ, എന്റെ കുഞ്ഞുങ്ങള് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിജയിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. ആ മഹാനായ ദാവീദ് രാജാവിന്റെ മകനായിരുന്ന സോളമനെ കുറിച്ച് കഥ പറയുന്നുണ്ട്. ദാവീദ് 40 വർഷക്കാലം രാജ്യം ഭരിച്ചു. അതിനുശേഷം അദ്ദേഹം ഭക്തിക്ക് കയറി. അദ്ദേഹത്തിന്റെ മകനായിരുന്ന ബത്ശേബായുള്ള മകനാണ് സോളമൻ. അവൻ ചെറുപ്പക്കാരനാണ്. അവൻ രാജഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് ദേവാലയം പണിയപ്പെട്ടിട്ടില്ല. പക്ഷേ ദേവാലയം പണിയുവാനിരിക്കുന്ന ആ മലയിലേക്ക് ചെന്ന് അദ്ദേഹം 1000 ദഹന ബലികൾ അർപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമോന്നത ബലിയാണ്. 1000 ബലിമൃഗങ്ങളെ ബലിയർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വിഷൻ കൊടുത്തു. ആ വിഷനില് ദൈവം അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിനക്ക് ഒരു വരം തരാം. എന്താണ് നിനക്ക് കിട്ടേണ്ടത്? എന്ത് വരമാണ്? സോളമൻ വേണമെങ്കിൽ ചോദിക്കാം, എൻ്റെ അപ്പനെ പോലെ തന്നെ പ്രതാപവാനായിട്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം, എനിക്ക് വേണ്ടി അധികാരം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ
ഭരിക്കാൻ സാധിക്കണം, കൂടുതൽ രാജ്യങ്ങളിലേക്ക് കിടക്കണം, കൂടുതൽ പ്രതാപവാനായിട്ട് സമ്പത്ത് ധാരാളം ഉണ്ടാകണം. ഇതൊന്നുമല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്. അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഞാൻ ചെറുപ്പമാണ്, എനിക്ക് ഭരിക്കുവാനായിട്ട് അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നതോ വലിയൊരു ജനാവലി, അവരെ മുഴുവൻ ഭരിക്കുവാനുള്ള നയിക്കുവാനുള്ള വിവേകം എനിക്കില്ല. അതുകൊണ്ട് അവരെ നയിക്കുവാനുള്ള, അങ്ങയുടെ ജനത്തെ അങ്ങയുടെ പ്രതിനിധിയായി നയിക്കുവാനുള്ള വിവേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവസമ്മതനായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ സംതൃപ്തനായിരിക്കുന്നു. കാരണം നീ ചോദിച്ചത് കൂടുതൽ അധികാരമല്ല, കൂടുതൽ പ്രശസ്തിയല്ല, കൂടുതൽ പണമല്ല, മറിച്ച് എന്റെ ജനത്തെ നയിക്കുവാനുള്ള വിവേകമാണ്. അതുകൊണ്ട് ഈ വിവേകം ോടൊപ്പം തന്നെ ബാക്കിയെല്ലാം ഞാൻ നിനക്ക് തരുന്നു. ലോകത്തിലെ ഈശോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമാനായ അല്ലെങ്കിൽ വിവേകിയായ മനുഷ്യനായി അറിയപ്പെടുന്നത് സോളമനാണ്. അതുകൊണ്ടാണ് സോളമന്റെ ജ്ഞാനത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഷീബ എന്ന് പറയുന്ന രാജ്യത്തെ പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ ജീവിത പങ്കാളി ഭയങ്കര പ്രശ്നമാണ്, എനിക്കൊന്ന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള വിവേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നീ എനിക്ക് തന്നിരിക്കുന്ന കുട്ടികൾ, ഓയോ ഇത്രയും കുരുത്തം കേട്ട പിള്ളേരില്ല, ഞാൻ കേട്ടൊന്ന് അറിയാൻ ഭരിക്കുക, അവരെയൊക്കെ മാനേജ് ചെയ്യുവാനുള്ള വിവേകം എനിക്ക് തരണമേ. ബാക്കിയൊക്കെ ദൈവം കൂടെ തരും. നമുക്ക് എന്താ വേണ്ടതെന്ന് ദൈവത്തിനറിയാം. നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് അറിയില്ലാതെ നമ്മൾ ചോദിക്കാതെ നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ നമുക്ക് തന്നെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തിന് അറിയാം നമുക്ക് എന്താ വേണ്ടതെന്ന്. പക്ഷെ ദൈവമേ, നിന്റെ വിശ്വാസത്തിനനുസരിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള കഴിവ്, വിവേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ട് സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള വിവേകം എനിക്ക് തരണമേ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ദൈവം ബാക്കിയെല്ലാം നമുക്ക് നൽകും. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ അവസാനിപ്പിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുക. പുരോഹിതന്മാര് ആശീർവാദം കൊടുക്കുന്നത് പുരോഹിതന്മാർ വലിയ വ്യക്തിപരമായിട്ടല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അങ്ങനെയാണ് മാമോദീസ കൊടുക്കുന്നത്, അങ്ങനെയാണ് ആശീർവാദം കൊടുക്കുക. അവിടെ നാമം എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ആ വ്യക്തിത്വത്തെയാണ്, ഈശോയാകുന്ന വ്യക്തിയെ. ആ ഈശോയുടെ നാമത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈശോയുടെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, ഹാർഷിപ്സ് ഉണ്ടാകും, തീച്ചൂളയിലൂടെ പോകേണ്ടി വരും. നമുക്ക് വേണ്ടി ആ കൊടാലിക്കട്ടും വാക്കത്തിക്കട്ടും അടിക്കുന്ന കൊല്ലടിക്കുന്നത് പോലെയുള്ള വലിയ പീഡനങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ നമ്മൾ അതിനുശേഷം ഉണ്ടാകുന്ന വിജയത്തെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. പരാജയങ്ങൾ നമുക്കുണ്ടാകും, മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കും, മറ്റുള്ളവർ നമ്മളെ അപമാനിക്കും. ഈശോ ഈ ഹ്യൂമിലിയേഷനും ഈ പരാജയവും ഈ ടോർച്ചറും ഈ എല്ലാം ഏറ്റെടുത്തവനാണ്. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ നമ്മൾ അല്ല. അപ്പൊ അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ഭൗതികമായ സന്തോഷത്തെക്കാൾ ഉപരി ആത്മീയമായ ആനന്ദം, പങ്കുവയ്ക്കലിന്റെ ആനന്ദം, വിശ്വാസം പരിപാലിക്കുന്നതിനും അതിനു വേണ്ടി ജീവത്യാഗം വരെ ചെയ്യുവാൻ തയ്യാറാക്കുന്നതിന്റെ ആനന്ദം, അത് മറ്റൊന്നാണ്. അതുകൊണ്ട് ഈശോയുടെ ആ നാമത്തെ പ്രതി ദൈവത്തിന്റെ കൃപ ധാരാളമായി നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ സമുദായത്തിനും ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.